നമസ്കാരം മാഡം. നമസ്കാരം മാഡം, 2020 കൗൺസിലറായിട്ട് അധികാരത്തിലേറുന്നത് അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് ഈ 5 വർഷത്തെ ഭരണം? നഗരസഭയുടെ ആണോ ചോദിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. നഗരസഭയുടെ ആണെങ്കിൽ പിന്നെ നാഴികയ്ക്ക് 40 വട്ടം അഴിമതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും ഓരോ അഴിമതി വെച്ചാണ് നഗരസഭയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭരണ സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. മാഡത്തിന് എങ്ങനെയുണ്ട് കൗൺസിലറായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എങ്ങനെയാണ്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു 5 വർഷം എന്നുള്ളത് വളരെ എൻജോയ് ചെയ്താണ് ഈ ഒരു 5 വർഷം എനിക്ക് കിട്ടിയത്. അത് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ എനിക്ക് കൃതാർത്ഥതയോടെ എനിക്ക് പറയാൻ സാധിക്കും. എന്തൊക്കെ നേട്ടങ്ങളായിരുന്നു ഭരണ നേട്ടങ്ങൾ? അതായത് നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ജനങ്ങൾക്ക് വേണ്ടി. അതായത് വിശ്വസിച്ച് അവരുടെ ഒരാളായിട്ട് കണ്ട് വോട്ട് നൽകിയതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് പുരോഗതിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും എനിക്ക് പോട്ടുപാടിലെ ജനങ്ങളോട് എനിക്ക് വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയുവാനുണ്ട്. എന്നെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർഡിലെ ജനങ്ങൾക്ക് എന്നെ ഒരു വിധത്തിൽ അറിയാൻ സാധിക്കാത്തൊരു സമയത്തായിരുന്നു ഞാൻ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ നഗരസഭയിൽ 34 BJP കൗൺസിലർമാരാണുള്ളത്. 34 കൗൺസിലർമാർ വെച്ച് ഏറ്റവും കൂടുതൽ BJPയുടെ കൗൺസിലർമാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കാനായത് എനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പരിപൂർണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഒരു വലിയൊരു ഉത്തരവാദിത്വം എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തെങ്കിലും പുതിയ പദ്ധതികളോ പരിഷ്കാരങ്ങളോ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ? പ്രധാനമായിട്ട് പറയാനുള്ള മാലിന്യ നിർമ്മാർജ്ജനം. നമുക്ക് എല്ലാവർക്കും അറിയാം, നഗരസഭയിൽ ഒരു കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഈ ഫോർട്ട് വാർഡ് എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡ് കൂടിയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് മാലിന്യ നിർമ്മാർജ്ജനം ശരിയായിട്ട് നമുക്ക് നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വരുന്ന വിദേശികളും ടൂറിസ്റ്റുകൾ ഭക്തജനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷയത്തിൽ വളരെയധികം കൃത്യമായിട്ട് എനിക്ക് പാലിക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണ്, എന്താണ് ഹരിതകർമ്മസേന എന്താണ് എന്നുള്ളതുപോലെ അറിയാതെയാണ് ഞാൻ വന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ കയറി കൃത്യമായിട്ട് എല്ലാ മാസവും HI JHIമാർ ഹരിതകർമ്മസേനകളെ വിളിച്ചുകൊണ്ടുള്ളൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ചിലപ്പോൾ മാസത്തിൽ 3 തവണ പോലും മീറ്റിംഗ് കൂടാറുണ്ടായിരുന്നു. അങ്ങനെ മീറ്റിംഗ് കൂടി എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് ഹരിതകർമ്മസേനയെ കൊണ്ടും വേസ്റ്റ് കൊടുക്കാത്തവരെ കൊണ്ട് വീടുകൾ, കടകൾ എല്ലാവരെയും നമ്മുടെ ആ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആ ഒരു വലിയൊരു പ്രയത്നം ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് 100 വാർഡുകളിൽ വെച്ച് സമഗ്ര പരിപാലന വാർഡ് ഏറ്റവും നല്ല വാർഡായിട്ട് എനിക്ക് ഫോർട്ട് വാർഡിന് അവാർഡ് കിട്ടിയതും എനിക്കൊരു വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജലദൗർലഭ്യം ഒരുപാട് സ്ഥലത്ത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും പുതിയ ലൈൻ ഇട്ടുകൊണ്ട് സൗജന്യ കുടിവെള്ള കണക്ഷൻ ആർക്കൊക്കെയാണോ ഇല്ലാത്തത്, പുതിയ ലൈൻ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും കൂടി സൗജന്യ കണക്ഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ ലൈൻ ഇടാനായിട്ട് സ്ഥാപിക്കുവാൻ സാധിച്ചു. കൂടാതെ ജനകീയാസൂത്രണ പദ്ധതി, നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതിയിലെ വിവിധ പ്രോജക്റ്റുകൾ, ഭവന പുനരുദ്ധാരണം, മേൽക്കൂര മാറ്റൽ, കട്ടിൽ, അങ്ങനെ എന്തെല്ലാം കൊടുക്കാൻ സാധിക്കുമോ. കൂടാതെ SC/ST കുട്ടിക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ സാധിച്ചു. വീട് കെട്ടാൻ സ്ഥലം വാങ്ങാൻ പോലും 1 സെന്റ് സ്ഥലം വാങ്ങാൻ പോലും നിർത്തില്ലാതെ ഒരുപാട് പേരുണ്ടെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ കുറേ പേർക്ക് ഇതുപോലെ സ്ഥലം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാമ്പത്തിക സഹായം കൊടുക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കൽ ആ ഒരു ഉപജീവന മാർഗം സ്വീകരിച്ച ഒരാൾക്ക് പിന്നെ കാർബൺ രഹിത ഒരു ഓട്ടോ കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു പ്രോജക്റ്റിൽ എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഇനിയും തുടർന്ന് വരികയാണെങ്കിൽ ഫോർട്ട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രസിദ്ധി നാൾക്ക് നാൾ കൂടിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ
മുമ്പെങ്ങുമില്ലാത്ത ഒരു ഹോം സ്റ്റേ ലോഡ്ജുകളെല്ലാം കൂടി വരികയാണ്. പക്ഷെ ആ ഒരു പിന്നെ പുതിയ ഒരു കാര്യം വരുമ്പോൾ ഡ്രെയിനേജ് ലൈനുകളൊന്നും പഴയ രീതിയിലുള്ള പഴയകാലത്തുള്ള ഡ്രെയിനേജ് ലൈനാണ്, അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് ഈ വാർഡിന് സാധിക്കുന്നില്ല. ഒരുപാട് പേരുകൾ അപ്പോൾ നിരന്തരമായിട്ട് മാൻഹോൾ ഓവർഫ്ലോ ആവുക, അങ്ങനെ ഒരുപാട് നിരന്തരമായിട്ടുള്ള ഒരു പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിപ്പം അങ്ങനെ വരികയാണെങ്കിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡിൽ മുഴുവനായിട്ടും പുതിയ ഡ്രെയിനേജ് ലൈനുകൾ സ്ഥാപിക്കുക എന്നുള്ളത് എൻ്റെ ഞാനൊരു വളരെ താല്പര്യത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ സ്ഥിതി പോലെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്ത് പിന്നെ പ്രദേശവാസികൾ പിന്നെ പുറത്തുനിന്ന് വരുന്ന വിദേശികൾക്കോ അതേപോലെ ഭക്തന്മാർക്കോ പ്രാഥമിക കൃത്യനിർവഹണം നടത്താനായിട്ട് ഒരു സ്ഥലമില്ല എന്നുള്ളത് വളരെ ഒരു പോരായ്മ തന്നെയാണ്. അതിന് ഞാൻ നിരന്തരമായിട്ട് നഗരസഭയിൽ കത്ത് കൊടുത്തൊക്കെ ചെയ്തിട്ടും തടസ്സങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അവരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടാവുന്നില്ലെന്നാണോ? എല്ലാം വരുന്നുണ്ട്, പക്ഷേ സ്ഥലം ഏറ്റെടുക്കുക, എവിടെയാണ് സ്ഥലം, പല തടസ്സങ്ങൾ വരുന്നുണ്ട്. അതെന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല അത്. അപ്പോൾ അത് ഇതുവരെ എനിക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ ഒരു സ്ഥലത്തെങ്കിലും അവിടെ അത്യാവശ്യമായിട്ട് അവിടെ ഒരു ശൗചാലയം വേണം എന്നുള്ളതാണ്. പിന്നെ ഫോർട്ട് വാർഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു വാർഡാണ്. കോട്ടകളാലും പൈതൃക മതിലുകളാലും ചുറ്റപ്പെട്ട ഒരു വാർഡാണ് ഫോർട്ട് വാർഡ് എന്ന് പറയുന്നത്. ഈ പൈതൃക കോട്ടകൾ, പടിഞ്ഞാറേക്കോട്ട എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ച കോട്ട, അതുപോലുള്ള ആ ഒരു കോട്ടകളെല്ലാം വേറൊരു വാർഡിലോ വേറൊരു നഗരത്തിലോ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ അതിനെ യഥാവിധി സംരക്ഷിക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടിരിക്കുകയാണ്. അതിന് ഞാൻ പിന്നെ ഇതേപോലെ ഇതിന് മുമ്പായിട്ട് പിന്നെ മിനിസ്റ്റർ ലെവലിൽ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കളക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നടപടിയും നടന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ ഒരു ഖേദകരമായിട്ടുള്ളൊരു വിഷയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കൗൺസിലറായിട്ട് വരികയാണെങ്കിൽ ആ പൈതൃക കോട്ടകൾക്കും പൈതൃക മതിലുകൾക്കും എങ്ങനെ സംരക്ഷണം കൊടുക്കാം എന്നുള്ളതിന് പരമാവധി എങ്ങനെ ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സമീപിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രതിഷേധ ധർണ ഇരുന്നു. അതുപോലെ തന്നെ വഴിയോര കച്ചവടം, പഴവങ്ങാടി നടക്കാൻ പോലും വഴിയാത്രക്കാർക്ക് നടക്കാനുള്ളവർക്ക് സ്ഥലമില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അവർ മുഴുവനും കയ്യേറിയിരിക്കുകയാണ്. പിന്നെ ഫുട്പാത്ത് കോടതി ഉത്തരവുണ്ടല്ലോ ഇപ്പോൾ, അത് മാറ്റി അതൊക്കെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു പ്രതിഷേധം അവിടെയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്താണ് തെറ്റെന്ന് തോന്നുന്നുള്ളിടത്തൊക്കെ എന്നാൽ കഴിയുന്നത് ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രതിഷേധ ധർണയായാലും ശരി, ഏതൊരു ലെവലിലായാലും അടുത്ത ഭരണം അതായത് നമ്മുടെ സർക്കാർ BJP വരുമെന്ന് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? സർക്കാരാണോ നഗരസഭയാണോ ഉദ്ദേശിക്കുന്നത്? സർക്കാർ വരുന്ന കാര്യം ഞാൻ യഥാർത്ഥം പറയുന്നതിൽ അതിന് നമുക്കിനി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നഗരസഭ എന്തായാലും നമുക്ക് അടുത്തത് BJP ആയിരിക്കും ഭരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് സാഫല്യമാകും, യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നടത്തണം എന്നുള്ളതാണ്. കാരണം നഗരസഭ നമ്മുടെ കയ്യിൽ BJPയുടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതെ, പ്രധാനമായിട്ട് മാലിന്യ നിർമ്മാർജ്ജനം വളരെ പരാജയപ്പെട്ടിരിക്കുകയാണ് നഗരസഭ. അല്ല, എല്ലാം പരാജയത്തിലാണ്. തെരുവ് നായ്ക്കളിൽ ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. വന്ധ്യകരണം നടത്തുന്നു എന്ന് പറയുന്നു. പ്രസവിക്കുക. അപ്പൊ അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് BJP നഗരസഭ ഭരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെ വിളിച്ച് അവർ പറയുന്നത്. കാരണം അവിടെ മാലിന്യം വിസർജ്യം മറ്റുള്ള ഒരുപാട് ഞങ്ങൾ പോയി കണ്ടു, അതിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുത്തു. അന്നേരം പറഞ്ഞു, മാഡത്തിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അവിടുത്തെ വാർഡ് ഞാനല്ല കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു ഇതിൽ പറഞ്ഞായിരുന്നു. ആ ഒരു രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കോർപ്പറേഷൻ
കോർപ്പറേഷനിൽ ചെന്നു. കോർപ്പറേഷനിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു വിജയലക്ഷ്മി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരത്തിയും കൂടെ വന്നിട്ട് ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ അവരുമായിട്ട് സംസാരിച്ചു, അവിടുത്തെ വഴിയോര കച്ചവടക്കാരുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തില്ല എടുത്തില്ല. അപ്പം ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ മുൻകൈ എടുത്ത് അവിടെ ഇപ്പം കണ്ടാൽ മനസ്സിലാവും തോന്നും മാമിന്, അവിടെ അത്രയും ചെങ്കല്ല് ഞങ്ങൾ അടുക്കി വെച്ചു, പാർട്ടിക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. കാരണം അവിടെ അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത്രയും വലിയൊരു ഇതായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ടും ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഈ അടുത്ത ഇപ്പം ഞാൻ വേറൊന്ന് ചോദിക്കുന്നത്, നമ്മളെ ഇപ്പോൾ ഈ മണ്ഡലം, അതായത് ഈ കോർപ്പറേഷൻ, ഇത് BJP-യുടേതാണോ ശരിക്കും? വാർഡാണ് ഉദ്ദേശിക്കുന്നത്. വാർഡ് ഫോർട്ട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വർഷമായിട്ട് BJP കൗൺസിലർമാരാണ് ഭരിക്കുന്നത്. ആണല്ലേ? 2 പ്രാവശ്യമായിട്ട്. എന്റെ ഒരു 5 വർഷം, അതിന് മുമ്പുള്ള 5 വർഷം മുന്നേ ഉള്ള വർഷം BJP ആണ്. അപ്പൊ ഇത് BJP വാർഡാണ്. ഇനി അടുത്ത വർഷവും BJP വരാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും, അതിന് ഒരു സംശയമില്ല. ഇല്ല. നമുക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ജനങ്ങൾക്ക് വളരെയധികം ഒരു വിശ്വാസത്തിലെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഒരു BJP കൗൺസിലർ വരികയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കും. ഇനി എന്തെങ്കിലും പുതിയ പദ്ധതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്താനായിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വരുന്ന ഇനിയിപ്പോൾ ആരാണ് കൗൺസിലർ എന്നറിയില്ല, നമുക്കറിയില്ല. എന്തായാലും BJP-യുടെ ഒരു കൗൺസിലർ ആണ് വരുന്നെങ്കിൽ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് നടപ്പാക്കാനോ അല്ലെങ്കിൽ നടത്താനോ ഉള്ള എന്തെങ്കിലും ഒരു പദ്ധതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഉണ്ടോ അതിനോട്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൗൺസിലറായതിനു ശേഷം ഇപ്പോൾ ഇവിടെ കാണുന്ന സ്കൂൾ തന്നെ, ഫോർട്ട് UP സ്കൂള്, ഞാൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, വളരെ പൈതൃകമായിട്ടുള്ള സ്കൂളാണ്. പക്ഷേ രാജഭരണകാലത്ത് നിർമ്മിച്ച ഒരു കെട്ടിടമാണിത്. ഏകദേശം 500 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ രാജഭരണകാലത്ത് നിർമ്മിച്ച ആ ഒരു കെട്ടിടമായതുകൊണ്ടാണ് സത്രം എന്ന പേര് തന്നെ. സത്രം സ്കൂൾ എന്നാണ്. ഫോർട്ട് UP സ്കൂൾ എന്ന് പറയുന്നതിനൊപ്പം സത്രം സ്കൂൾ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിന്റെ കെട്ടിടത്തിന്റെ ആ ഒരു പഴമ. പക്ഷെ വളരെ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. പക്ഷെ 1 കോടിയുടെ ഒരു അടങ്കൽ തുകയിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് മേൽക്കൂര മുഴുവനായിട്ട് മാറ്റിക്കൊണ്ട് അലുമിനിയം ഷീറ്റ് ഇട്ടുകൊണ്ട് കെട്ടിടം മുഴുവനും ഒരു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്റെ വീട്ടിലെയും 1-2 പേര് ഇവിടെ ഈ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പൊ ആ സ്കൂൾ ഒരു മോശം അവസ്ഥയിലോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊക്കെ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പുനർനിർമ്മാണം നടത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. മാഡം, വേറൊരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ വഴിയോര കച്ചവടക്കാരുടെ ഒരു ഇതുണ്ട്. അതായത് നമ്മുടെ താലൂക്ക് ഓഫീസിനോട് ചേർന്ന്, താലൂക്ക് ഓഫീസ് കഴിഞ്ഞ് നമ്മുടെ RT ഓഫീസിനോട് ചേർന്ന് കുറച്ച് വഴിയോര കച്ചവടക്കാരുണ്ട്. അവിടെ ഞങ്ങൾ കണ്ട ഒരു ഇതാണ്, ഞാനത് മാഡത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അവിടെ ഒരു വലിയൊരു സ്ലാബ് ഇളകി കിടക്കുകയാണ് ഒരു കടയുടെ. അത് ഒരുപാട് വിദേശികളും ടൂറിസ്റ്റുകാരും ഒക്കെ, ഒരുപാട് കാൽനട യാത്രക്കാർ, കുഞ്ഞുങ്ങളും ഒരുപാട് ആൾക്കാർ അതുവഴി സഞ്ചരിക്കുന്നതാണ്. അവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഒരു ചെറിയൊരു പലക പോലെ എടുത്തിട്ടേക്കാണ്. പക്ഷെ അത് ഏതെങ്കിലും ഒരു ജീവൻ ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന എല്ലാവർക്കും അതൊരു ഇതാവും അല്ലേ, ബാധകമാണ്. നമ്മളപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് മാഡത്തിന് അതിലൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ അത് 2 ദിവസത്തിന് മുന്നേ, കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ പോയി അത് കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് നടത്തി തന്നാൽ വലിയൊരു സന്തോഷമാവും. കാരണം ഒരു ജീവൻ പൊലിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളൊരു ആപത്ത് വരുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഒരു വലിയ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് മാഡത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇതുവരെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെ പരാതി ലഭിച്ചാൽ ഉടനെ അവിടെ ചെന്ന് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇതിപ്പോ ഞങ്ങളുടെ ഒരു അപേക്ഷ, തീർച്ചയായിട്ടും ഞാൻ അതവിടെ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയാണെന്നുള്ള ഫോട്ടോ എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ എനിക്കത് അയച്ചു തരികയാണെങ്കിൽ കൃത്യമായിട്ട് നാളെ തന്നെ ഇത് വേറെ ഒന്നുമല്ല മാഡത്തിന് ഞാൻ പ്രോപ്പർ സ്ഥലം പറഞ്ഞുതരാം. നമ്മുടെ അവിടെ ഒരു സപ്ലൈകോ ഉണ്ടല്ലോ അതിന്റെ അടുത്ത്, അതിന് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കയറുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന ഒരു അമ്മയുടെ കടയാണ്. അതിന്റെ അവിടെ അവരിപ്പോ ഇട്ടേക്കുന്ന ചെറിയ തടിക്കഷ്ണം, ഇത് ഒരുപാട് ചെറിയ അതെ. അപ്പൊ അവിടെ അതിൽ ആരെങ്കിലും അറിയാണ്ട് ഏതെങ്കിലും കുഞ്ഞ്, ഞങ്ങൾ തന്നെയും ഭയപ്പെട്ടു പോയി ചെന്നപ്പോ. അപ്പൊ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അതിലൊരു ജീവൻ, നമ്മളിടയ്ക്ക് അറിയാലോ ആമേഴഞ്ചാൻ തോടിൽ ഒരു മധുവിന്റെ ജീവൻ കൊടുത്തതിന് ശേഷമാണ് അവിടെ കുറെ മാറ്റങ്ങൾ വന്നത്. അപ്പൊ ഇത് അങ്ങനെ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് മാഡത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. എന്താണ് വേണ്ടതെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 5 വർഷത്തെ ഭരണത്തിനെ കുറിച്ച് നമ്മൾ കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചുമതലകളെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. തിരിച്ച് വീണ്ടും ഇതേ മണ്ഡലത്തിലേക്ക് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ സംഘടനയിൽ അല്ലെങ്കിൽ ഇവരെ പോലെ ചുറുചുറുക്കും എന്ത് പറയാനായിട്ട് യൗവനത്തോടുകൂടി യൗവനവും ചുറുചുറുക്കോടും കൂടി ഓടിച്ചാടി ജനങ്ങളുടെ ഇടയിലേക്ക് നടന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള കൗൺസിലർമാർ വരട്ടെ. മാഡത്തിന് ഇനിയും മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്? അല്ല, എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതല്ല പാർട്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ
മാഡം നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കണം. വിജയിച്ച് ജനങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളും സപ്പോർട്ടിന് ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് പറയുകയാണ്. നന്ദി, വളരെ താങ്ക് യു.